അതായത് നിങ്ങളൊരു ഹെവി ഗെയിമറാണ്. സോ നിങ്ങൾ രാവിലെ റൊട്ടീൻ എന്ന് പറഞ്ഞാൽ രാവിലെ എണീക്കുന്നു, ഗെയിം കളിക്കുന്നു, പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് ഒരു ബ്രേക്ക് എടുക്കുന്നു, വീണ്ടും ഗെയിം കളിക്കുന്നു. സോ അങ്ങനെ നിങ്ങൾ ഒരു ദിവസം തന്നെ ഈ ഒരു ഗെയിമിംഗ് നിങ്ങൾ സ്പെൻഡ് ചെയ്യണം. സോ ഈ ലൂപ്പ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയി പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഈ ലൂപ്പ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയി പോയിക്കൊണ്ടിരിക്കുന്ന ടൈമിൽ പെട്ടെന്ന് ഒരു ദിവസം നിങ്ങൾ കണ്ണ് തുറക്കുമ്പോൾ എണീക്കുന്നത് നിങ്ങൾ റൂമിലേക്കില്ല, മറിച്ച് നിങ്ങൾക്ക് ഏതാ കൂടി അറിയാത്ത ഒരു ഐലൻഡിലേക്കും. അതായത് ആ ഒരു ഐലൻഡ് നിങ്ങൾക്ക് സർവേ ചെയ്യണം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നിങ്ങൾ ഈ ഒരു ഗെയിം വിർച്വലി കളിച്ചിട്ടുള്ളത്, അങ്ങനെയാണ് നിങ്ങൾക്ക് ഈ ഒരു റിയൽ വേൾഡ് തന്നെ സർവൈവ് ചെയ്യാൻ. സോ ഇങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആയി പറഞ്ഞോണം ഒരു ആക്ഷൻ സർവൈവൽ ബേസ്ഡ് ഒരു അണ്ടർ റേറ്റഡ് സാധനമാണ് ഈ 2012 പുറത്തിറങ്ങിയിട്ടുള്ള ഈ ഒരു ബുധം എന്നൊരു ആനിമി സീരീസ്. അതായത് ഈ ഒരു ആനിമി ക്രിയേറ്റ് മറ്റേത് സ്റ്റുഡിയോ അല്ല, നമ്മുടെ മാഡ് ഹൗസ് ആണ്. സോ ഈ മാഡ് ഹൗസിനെ പറ്റി അറിയാത്തവരാണെങ്കിൽ നമ്മുടെ ഈ ഒരു ഡെത്ത് നോട്ട്, അതുപോലെ തന്നെ മോൺസ്റ്റർ, വൺ പഞ്ച് മാൻ, ഹണ്ടർ അങ്ങനെ ഒരുപാട് നല്ല ആനിമീസ് ക്രിയേറ്റ് ചെയ്യുന്ന സ്റ്റുഡിയോ ആണ് നമ്മുടെ ഈ ഒരു മാഡ് ഹൗസ് എന്ന് പറയുന്നത്. ഈ ഒരു ആനിമി ഒരുപാട് പേർക്ക് റിലേറ്റ് ചെയ്യാൻ സാധിക്കും. അതായത് ഇതൊരു ഗെയിം ബേസ്ഡ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഗെയിമേഴ്സിന് ഹൈലി റിലേറ്റബിൾ ആണെന്ന് പറയാം. അതുപോലെ തന്നെ മറ്റ് സീരീസ് കണ്ടിട്ടുള്ളവർക്ക്, അതായത് നമ്മുടെ സ്ക്വിഡ് ഗെയിമും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ആലിസ് ഇൻ ബോർഡർലാൻഡ് എന്ന സീരീസൊക്കെ കണ്ടിട്ടുള്ളവർക്ക് ഈ ഒരു ആനിമിൻ്റെ ഒരു സ്പെസിഫിക് പോയിന്റ് എത്തുമ്പോൾ ഈ ഒരു സീരീസ് തന്നെയല്ലേ ഈ ഒരു ആനിമയും എടുത്ത് കാണിക്കുന്നത് എന്നൊരു ഫീൽ നിങ്ങൾക്ക് തോന്നും. പിന്നെ നിങ്ങൾ ഏറ്റവും കൂടുതൽ എടുത്തറിയേണ്ട ഒരു കാര്യമാണ് ഈ ഒരു പുത്തൻ ഗെയിമിൽ നിങ്ങൾക്ക് ഗൺസ് അലൗഡ് അല്ല, മറിച്ച് നിങ്ങൾക്ക് ബീംസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ടൈപ്പ് ഓഫ് ഗ്രനേഡ്സ് നിങ്ങൾക്ക് കിട്ടും. സോ അങ്ങനെ മാത്രമേ നിങ്ങളെ എനിമീസിനെ നിങ്ങൾക്ക് അറ്റാക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. പിന്നെ നമുക്ക് ഈ ഒരു ആനിമിൻ്റെ സ്റ്റോറി വൈസ് പോവുകയാണെങ്കിൽ ഈ ഒരു പുതം എന്ന് പറയുന്നത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു വിർച്വൽ ഗെയിമാണ്. സോ ഒരുപാട് പ്ലേയേഴ്സ് ഈ ഒരു ഗെയിം പ്ലേ ചെയ്യുന്നുണ്ട്. സോ അതിലൊരു പ്ലെയറാണ് നമ്മുടെ മെയിൻ പ്രൊട്ടാഗണിസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ സക്കമോട്ടോ യൂട്ടോ എന്ന് പറയുന്നത്. നമ്മുടെ സക്കമോട്ടോൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഇവൻ ഏത് നേരവും ഈ ഒരു ഗെയിം കളിക്കുന്നതാണ് മെയിൻ ജോലി എന്ന് പറയാം. സോ മറ്റു ജോലിക്കൊന്നും പോകാതെ ഈ ഒരു ഗെയിമിൽ തന്നെയാണ് ഇവൻ ഏത് നേരം സ്പെൻഡ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ സക്കമോട്ടോ എന്ന് പറയുന്നത് അത്ര ചില്ലറ കാര്യമൊന്നുമല്ല, ഇവൻ ഒരു വേൾഡ് വൈസ് തന്നെ ടോപ്പ് 10th പ്ലെയറും കൂടിയാണ് നമ്മുടെ ബുധം ഗെയിമിൻ്റെ. സോ ഇങ്ങനെ ഇവൻ്റെ ലൈഫ് ഗെയിമിംഗ് പറഞ്ഞ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ടൈമിലായിരിക്കും ഒറ്റൊരു ബ്ലിങ്ക് കൊണ്ട് തന്നെ ഇവൻ്റെ എൻ്റെ ലൈഫ് തന്നെ ചേഞ്ച് ചെയ്യുന്നത്. സോ ഇങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആയി പറഞ്ഞിട്ടുള്ള ഒരു കിടിലൻ അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഒരു സീരീസ് ആണ് നമ്മൾ ബുധം എന്ന് പറയുന്നത്. സോ സീസൺ 1 ആകെ 12 എപ്പിസോഡ്സ് മാത്രമേ ഇതുവരെ ഇറങ്ങിയിട്ടുള്ളൂ. ഒരു സീരീസ് കാണാത്തവരാണെങ്കിൽ മസ്റ്റ് ട്രൈ ഔട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ഇങ്ങനത്തെ ഒരു റെക്കമെൻഡേഷൻ വീഡിയോസ് വേണമെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമൻറ്റിൽ രേഖപ്പെടുത്തുക. അതുപോലെ നമ്മുടെ പേജ് ഫോളോ ചെയ്യേണ്ട കാര്യം കൂടി ഒന്ന് പരിഗണിക്കുക. സോ അത് വരുമ്പോഴേക്കും നന്ദി, നമസ്കാരം.